ഈ ഇസ്ലാം മതപണ്ഡിതനും പുരോഗമനവാദിയുമായ ചേകന്നൂർ മൗലവി 1993 ഓഗസ്റ്റിൽ ഇറങ്ങിപ്പോയതാണ്. പിന്നെ കേൾക്കുന്ന കഥകളൊക്കെ വളരെ അവ്യക്തമായിരുന്നു. ഇപ്പോഴും ദുരൂഹത നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൊല ചെയ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട്, പക്ഷെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാതെ പോയിരിക്കുകയല്ലേ ഇപ്പോഴും. അങ്ങനെയല്ല, അദ്ദേഹത്തെ കുറിച്ച് വ്യക്തത വരുത്തുകയുണ്ടായി CBI അന്വേഷണം നടത്തിയപ്പോൾ. കെ കരുണാകരൻ്റെ കാലത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി, ഒരു ഫലവും ഉണ്ടായില്ല, ഒരു തെളിവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ CBI വളരെ സമർത്ഥമായിട്ടും ശാസ്ത്രീയമായിട്ടും തെളിവുകൾ കണ്ടെത്തുകയും പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതിന് സാക്ഷികളുണ്ടായിരുന്നു, ഭൗതികമായ തെളിവുകളില്ല. കാരണം മൃതശരീരം അത്രമേൽ ഇല്ലാതാക്കിയിരുന്നു ഭൂമുഖത്തു നിന്ന് തന്നെ. അവിടെ കുഴിയെടുത്ത സ്ഥലം ഒക്കെ കാണുകയുണ്ടായി. പക്ഷേ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഫോറൻസിക് എവിഡൻസ് കണ്ടെത്താനുള്ള ഒന്നും അവശേഷിപ്പിച്ചിരുന്നു, അതുപോലെ നശിപ്പിച്ചിരുന്നു. വളരെ ആസൂത്രിതമായിട്ട് തന്നെ, ആസൂത്രിതമായി നടന്ന കൊലപാതകം. അപ്പോൾ പിന്നെ സാക്ഷികളാണ് നമുക്ക് പിൻബലമായിട്ടുള്ളത്. സാക്ഷികൾ 12 പേരുണ്ടായിരുന്നു. പക്ഷേ സാക്ഷികൾ കൂറുമാറി. എങ്ങനെയാണ് ഈ സാക്ഷികൾ കൂറുമാറുന്നതിൻ്റെ ഒരു ദോഷം നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണത്. വാസ്തവത്തിൽ ഈ സാക്ഷികൾ കൂറുമാറുന്നത് ശിക്ഷാർഹമായിട്ടുള്ളൊരു കുറ്റമായിട്ട് നിലനിൽക്കേണ്ടതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷികൾ ആദ്യം അവരുടെ മനസാക്ഷിക്കനുസരിച്ച് സത്യം പറയും, ഇങ്ങനെ കണ്ടതാണ് സത്യസന്ധമായിട്ട്. പക്ഷേ പ്രതി പണം കൊടുത്തു കഴിയുമ്പോൾ, പ്രതിയുടെ ആൾക്കാർ അവരുടെ ധനബലം കൊണ്ട് പണം കൊടുത്തു കഴിയുമ്പോൾ, മലപ്പുറത്തു നിന്നും പണത്തിന് കുഴപ്പമില്ല, ഗൾഫ് വഴിയും പൈപ്പ് ലൈൻ വഴിയും ഒക്കെ വരുന്ന പണമുണ്ടല്ലോ. അപ്പോൾ അത് കള്ള നോട്ടായിട്ടും അതൊക്കെ അത് പിന്നെ സ്വർണ്ണക്കടത്തായിട്ടും വരുന്ന പണത്തിന് യാതൊരു പഞ്ഞവുമില്ല. ആ പണം ഉപയോഗിച്ചുകൊണ്ട് കള്ളത്തരത്തിന് കൂട്ടുനിന്നു, സാക്ഷികളെ കൂറുമാറ്റി. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു നേരെ തെളിവ് കൊടുത്ത ആൾക്കാർ. പിന്നെ കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കോടതികൾ പ്രവർത്തിക്കുന്നത്, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് അവിടെ പറ്റുന്നത്. ചോദിച്ചത് നന്നായി. കാരണം ഈ ചേകന്നൂർ മൗലവിയെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. നമ്മുടെ ഓർമ്മകൾ അതിൽ നിന്നൊക്കെ പോയി. അതിനുശേഷം നടന്ന ലങ്കേഷ്, അതിലൊക്കെയാണ് നമ്മുടെ ഫോക്കസ് വന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റാണ്, ലങ്കേഷിനെ കൊന്നത് തെറ്റാണ്. പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റാണ് ചേകന്നൂർ മൗലവിയെ കൊന്നതും അതിനെതിരെ ഓരോ തെളിവ് തരിമ്പ് പോലും അവശേഷിപ്പിക്കാതിരുന്നത്, സാക്ഷികളെ കൂറുമാറ്റിയത്. സാക്ഷികളെ ഈ കൂറുമാറുന്ന സാക്ഷികളെ ശിക്ഷിക്കണം, അതാണ് വേണ്ടത്. കാരണം പണത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി ആണവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള തെളിവുകൾ, ശരിയായിട്ടുള്ള ശിക്ഷ, ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത പരാജയമായി തീരുന്ന നീതിന്യായ വ്യവസ്ഥ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമല്ലോ. ഇവിടെ സംഭവിക്കുന്നത് സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുക. എന്നിട്ടും ഈ വിപരീത സാഹചര്യങ്ങൾ, ഈ ആൾബലത്തിൻ്റെയും ധനബലത്തിൻ്റെയും ഭയത്തിൻ്റെയും, കാരണം ചേകന്നൂർ മൗലവിയെ കൊല്ലാൻ ധൈര്യം കാണിച്ച ആൾക്കാർക്ക് തങ്ങളെയും കൊല്ലാനൊരു മടി കാണുകയില്ല എന്നുള്ള ഭയം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലും ഭീതി ഉണ്ടാവും. ഈ ശക്തികൾ വിചാരിച്ചാൽ നമ്മളെ ഇല്ലാതാക്കാൻ നിഷ്പ്രയാസം കഴിയും. അപ്പോൾ എന്നതുകൊണ്ട് ആ ഭയത്തിൻ്റെ ആ പിടിയിലമർന്നു പോകും ആൾക്കാർ. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ സാക്ഷികൾ കൂറുമാറി. പക്ഷേ എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും PV ഹംസ എന്ന് പറയുന്ന ഒരു പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുക തന്നെ ചെയ്തു, വിപരീത സാഹചര്യത്തിലും CBI. പക്ഷേ അന്നത്തെ അദ്ദേഹത്തിനുള്ള ശിക്ഷ എത്രയായിരുന്നു പറഞ്ഞു? 1 ലക്ഷം രൂപ പിഴ, അതായിരുന്നു ശിക്ഷ. അപ്പോൾ പ്രോസിക്യൂഷൻ വാദിച്ചു ഇതിൽ പകുതി അദ്ദേഹത്തിൻ്റെ ഭാര്യ, ചേകന്നൂർ മൗലവിക്ക് ഭാര്യയുണ്ട്, കുടുംബത്തിന് കൊടുക്കണം. അപ്പോൾ 50,000 രൂപ അവർക്ക് കൊടുക്കാനുള്ള ഏർപ്പാടായി. അതുമാത്രമാണ് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായത്. സാക്ഷികൾ കൂറുമാറിയത് കൊണ്ട് മറ്റൊന്നും പ്രസക്തമായില്ല. അതിൽ 9 പ്രതികളുണ്ടായിരുന്നു. അതിൽ 8ാമത്തെ പ്രതിയാണ് ഈ PV ഹംസ. അവിടം വരെ എത്തിച്ചു CBI. അത്രേ പറ്റൂ. കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷണം, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ഓക്കെ, സംഭവിച്ചത് വിജയനാഥ് പറഞ്ഞതുപോലെ തന്നെ 1993 ജൂലൈ 29 2 പേരോടൊപ്പം ഒരു പ്രഭാഷണത്തിനായിട്ട് വളരെ സന്തോഷത്തോടു കൂടി
ചേകന്നൂരിൽ നിന്ന് പുറപ്പെട്ട ഈ ചേകന്നൂർ മൗലവി, അദ്ദേഹത്തിൻ്റെ ശരിയായിട്ട് പേര് PKM അബ്ദുൾ ഹസൻ മൗലവി എന്നാണ്. അദ്ദേഹം പോയി പിന്നെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. വളരെ പുരോഗമനപരമായ ആശയങ്ങൾ സത്യസന്ധമായി ആത്മാർത്ഥമായി ഇസ്ലാം ലോകത്ത് വെളിച്ചം വീശിയ ഒരു വലിയ മഹാനായിരുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഖുർആൻ അനുസരിച്ചു തന്നെ ജീവിക്കണം. ഖുർആൻ എന്നാണ് അതിന് ശരിയായ ഉച്ചാരണം. ഖുർആൻ അനുസരിച്ചു തന്നെ നമ്മൾ ജീവിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ കൊന്നത്. അല്ലാതെ നബി വചനങ്ങൾ എന്ന പേരിൽ പല പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധം ചെയ്യുന്നുണ്ട്. അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന്. അതല്ല നമ്മൾ അനുസരിക്കേണ്ടത്. ഉദാഹരണത്തിന് ഹിന്ദു മതത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതിയും രാജാറാം മോഹൻ റായിയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെയല്ല പോകേണ്ടത്. ഈശ്വരൻ്റെ പേരിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പിന്നാലെയല്ല പോകേണ്ടത്. എഴുതി വച്ചിരിക്കുന്ന വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിലൊരിക്കലും ഉടന്തടി ചാടൽ സമ്പ്രദായം അല്ലെങ്കിൽ സതീ സമ്പ്രദായം വന്നിട്ടില്ല. ബാല്യ വിവാഹം വന്നിട്ടില്ല. ജാതി വിവേചനം വന്നിട്ടില്ല. ദളിത വർഗ്ഗക്കാർ എന്ന് വിളിക്കപ്പെടുന്നവർ വേദം പഠിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടില്ല. ചട്ടമ്പി സ്വാമികളും ഇത് തന്നെ പറഞ്ഞ്. പക്ഷേ ചട്ടമ്പി സ്വാമികളിലെ ആരും ഒരു ദേഹോപദ്രവം പോലും ഏൽപ്പിച്ചില്ല ഈ കേരളത്തിൽ എന്ന് നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദി നമ്മുടെ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാക്കിലിങ്ങനെ കർപ്പൂരം കത്തിച്ചിട്ട് ഇത് വെറും അന്ധവിശ്വാസമാണ്, ഇത് ആർക്കും ചെയ്യാം, ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടെന്ന് കാണിച്ചൊരു വിഡ്ഢിത്തം കാണിച്ചു. എൻ്റെ യുക്തിവാദി അന്യമതത്തിൽപ്പെട്ട ആൾ കാഫിറാണെന്നും ആ കാഫിറിനെ കൊന്നാൽ നമ്മൾക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാമെന്നും അവിടുത്തെ ജിന്നുകളുടെ ഒക്കെ ആതിഥ്യം സ്വീകരിക്കാം എന്നും ഒക്കെ പഠിപ്പിക്കുന്നത് അന്ധവിശ്വാസമല്ലേ? അതിൻ്റെ പേര് നിങ്ങൾ ഈ നാക്കിൽ കർപ്പൂരം വെത്ത് കത്തിച്ച് ഇല്ലാതാക്കാൻ പറ്റുമോ? യുക്തിയോടുകൂടി പറയൂ. യുക്തിവാദിയാകുമ്പോൾ കുറച്ച് യുക്തി വേണ്ടേ? നിങ്ങൾ എന്തേ ഈ ചേകന്നൂർ മൗലവിയെ മറക്കുന്നത്? അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയ ചേകന്നൂർ മൗലവിയെ കൊന്ന ആരാണ്? RSSകാരാണോ? പറയൂ. ഈ മൊയ്തു മൗലവി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ മുസ്ലിമായിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ മൊയ്തു മൗലവി ചേകന്നൂർ മൗലവിയുടെ തിരോധാനം എന്ന് പറയുന്ന വധമെന്ന് പറഞ്ഞിട്ടില്ല അന്നും. ആ തിരോധാനത്തിനെതിരെ നിരാഹാരവിരുന്നു സമരം നടത്തി. 101 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അല്ലേ? ആ വയസ്സിലും ആ പ്രായത്തിലും ഒരു യുവാവിനെ പോലെ ഊർജ്ജസ്വലനായി രംഗത്ത് വന്ന അദ്ദേഹം. ഇതോടുകൂടി പല പാർട്ടികളും രംഗത്ത് വന്നു. കോൺഗ്രസ് വന്നു, പിന്നെ BJP വന്നു, RSSകാർ വന്നു. അതിനെ തുടർന്ന് മലപ്പുറത്ത് കലാപം തന്നെ രൂപപ്പെട്ടതാണ്. കലാപം തന്നെയല്ല, അതിനെ തുടർന്ന് ഇവർക്കെതിരെയായി തിരിഞ്ഞു. കൊലപാതകങ്ങൾ പലതും നടന്നു. RSSകാരെന്ന് വിശ്വസിക്കപ്പെടുന്ന പലരും കൊല ചെയ്യപ്പെട്ടു. മലപ്പുറത്ത് തിയേറ്ററുകൾ തീ വെച്ച് നശിപ്പിച്ചു. തിയേറ്ററുകൾ ഏൽപ്പിച്ചു. കാരണം ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഈ തിയേറ്ററുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക ആശയങ്ങൾക്കെതിരാണ്, വിരുദ്ധമാണ്. നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. തിയേറ്റർ എന്താണെന്ന് പോലും കണ്ടിട്ടില്ല പുള്ളിയുടെ കാലത്ത് തിയേറ്ററില്ല. അതായത് രസം. അതുപോലെ തന്നെയാണ് സൗദി, മെക്ക, അതുപോലെ മദീന ഒക്കെ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ. അവിടെ ആരോ പറഞ്ഞു വെച്ച് സ്ത്രീകൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല, ഒരു പർദ്ദയിട്ട് മുഖം കാണിക്കാൻ പാടില്ല, ശരീരം കാണിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരി, പുരോഗമനവാദിയായ ഭരണാധികാരി എന്ത് ചെയ്തു? സ്ത്രീകൾക്ക് പുറത്തു വരാം, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, കാർ ഓടിക്കാം. ഇന്ന് സൗദി അറേബ്യയിൽ സ്ത്രീകൾ കാർ ഓടിച്ചു പോകുന്നത് നിരത്തിലെ ഒരു നിരന്തരമായ കാഴ്ചയാകും. എന്തേ? ഇസ്ലാമിന് എന്ത് സംഭവിച്ചു ഇവിടെ? മെക്ക, നിങ്ങൾ തൊഴാൻ പോകുന്ന തീർത്ഥാടനത്തിന് പോകുന്ന മെക്ക എവിടെയാണ്? മദീന എവിടെയാണ്? ആ രാജ്യത്താണ് ഇത് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഹിജാബിൻ്റെ പേരിൽ എന്തൊരു വിപ്ലവവും കലഹവുമാണ് നടന്നത്. ഇറാനിൻ്റെ നേരെ വിപരീതമാണ് ഇന്ന് സൗദി. ഇറാനിലും പിന്നെ ഇത്തരത്തിലുള്ള വസ്ത്രമെല്ലാം വലിച്ചൂരി എറിഞ്ഞിട്ടല്ലേ യുവതികൾ കൊന്നില്ലേ, ജയിലിലിട്ട് കൊന്നില്ലേ, പലരും തെരുവിൽ കിടന്ന് മരിച്ചില്ലേ? മതമൗലികവാദം അല്ല, അത് നബിവചനങ്ങളല്ല, മതമൗലികവാദം. ഈ ചേകന്നൂറിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പം 93 നടന്ന സംഭവമാണ്. അപ്പോൾ വന്നിട്ട് വർഷം 32 വർഷമാകുകയാണ്. ഇത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചതാണല്ലോ. അവസാനിപ്പിച്ച് മണ്ണ് കുഴിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോലും മൂടപ്പെട്ടു. ഓർമ്മകൾ ഉണ്ടായിരിക്കേണ്ടതല്ലേ മലയാളികൾക്ക്? കാരണം എന്താ? നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് RSSനെയും ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ ഈ യുക്തിവാദികളുടെ വിചാരം ഹിന്ദുമതത്തിൽ മാത്രമേ അന്ധവിശ്വാസമുള്ളൂ. ഇലന്തൂരിൽ നടന്നുകൊണ്ടല്ലോ മന്ത്രവാദം നടന്ന 2 സ്ത്രീകളെ കൊന്നത്. നരബലി നടത്തിയതൊരു മുസ്ലിമാണ്.
അവിടെ നടന്നത് അറബിക്ക് മാന്ത്രിക വിദ്യയാണ്, അറബി മന്ത്രികം. ഇതാണ് നടന്നത്. ഇത് നബിയോ അല്ലെങ്കിൽ വാൽമീകിയോ വ്യാസനോ ബദരായണനോ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല, യാജ്ഞവൽക്യനോ പറഞ്ഞിട്ടുള്ളതല്ല. ഇത് കുറേ പേര് മതത്തിൻ്റെ പേരിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസങ്ങളാണ്, അത്തരം അന്ധവിശ്വാസങ്ങളാണ്. അത് ഹിന്ദുമതം മൊത്തം തെറ്റാണ് അതുകൊണ്ട് എന്ന് വരുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഭീകരവാദത്തിൻ്റെ പേരിൽ ഇസ്ലാം മതം മുഴുവൻ തെറ്റാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇസ്ലാം അത് തിരുത്താൻ തയ്യാറാകുന്നില്ല. ഇസ്ലാമിൻ്റെ സ്വാധീനമുള്ളവർ പോലും തിരുത്താൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഹിന്ദുമതത്തിൽ ആ തിരുത്തൽ ഉണ്ടാകുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിലൂടെ, രാജാറാം മോഹൻ റായിലൂടെ, ദയാനന്ദ സരസ്വതിയിലൂടെ, ആഗമാനന്ദ സ്വാമികളിലൂടെ തിരുത്തലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് വിഷയം. തിരുത്താൻ നിങ്ങൾ യുക്തിവാദികൾ വേണ്ട. ഈ മതത്തിലെ കുഴപ്പങ്ങൾ തിരുത്താൻ ഈ മതത്തിൽ തന്നെ ആൾക്കാരുണ്ട്. ചട്ടമ്പി സ്വാമി, തീർത്ഥപാദ സ്വാമികൾ ഉൾപ്പെടെ. അമ്പലങ്ങളും വിഗ്രഹങ്ങളും അവിടുത്തെ ആഘോഷങ്ങളും ആഡംബരങ്ങളും വേണ്ട എന്ന് കേരളീയരെ ഉദ്ബോധിപ്പിച്ച ചട്ടമ്പി സ്വാമി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം അവിടുത്തെ കെട്ടുകാഴ്ച അവസാനിപ്പിച്ച ക്ഷേത്രത്തിൻ്റെ ആ ഭാഗങ്ങൾ അവിടെ അവസാനിപ്പിച്ചതിൻ്റെ ചരിത്രരേഖകൾ അവിടെ ഉണ്ട്, അടയാളങ്ങൾ അവിടെയുണ്ട്. ഐരൂർ ചെറുകോൽപ്പുഴ സംഗമത്തിൽ അതിൻ്റെ ചരിത്രം തന്നെ അങ്ങനെയാണ്. അങ്ങനൊരു സംഗമമായിട്ട് അത് സംഘടിപ്പിച്ചത് അമ്പലങ്ങളിലെ ഉത്സവങ്ങളുടെ ഘോഷയാത്രകളുടെ ഒക്കെ ആഡംബരം അവസാനിപ്പിക്കാനാണ്. ആ ചരിത്രം നമ്മളങ്ങ് മറന്നു പോകുന്നു. എന്നിട്ട് അവിടെ വന്ന ആൾക്കാർ പറഞ്ഞത് എന്താണ് എന്ന് മാത്രം നമ്മൾ വാർത്തകളായിട്ട് കാണും. ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ചരിത്രബോധമില്ലാത്തവരായി, ചരിത്രബോധം നഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ തീരുന്നു. അപ്പോൾ ഈ വിജയനാഥ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളീയർക്ക് എന്നും ഓർമ്മകൾ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഓരോ ചാനലിനും അതുപോലെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളുമുണ്ട്. അത് ഇതിൽ ഞാൻ പറഞ്ഞു, PV ഹംസ എന്ന് പറയുന്ന ആളാണ് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് പിഴ ഈടാക്കുക വെച്ച തെളിവ് വെച്ചിട്ട്. ഈ സംഘടനയുണ്ട് എൻ്റെ പിന്നിൽ. ആ സംഘടനയുടെ എന്താണെന്നറിയോ? AP വിഭാഗവും സുന്നി വിഭാഗവും അന്നുകൊണ്ട് അടി, ആ 2 വിഭാഗവും തമ്മിൽ അടി ഉണ്ടായപ്പോൾ അതിലൊരു വിഭാഗത്തിൻ്റെ നേതാവായിരുന്ന ആളിനെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയും, AP അബൂബക്കർ മുസലിയാറുടെ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട്, സംരക്ഷണത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടനയുണ്ടായി. അതിന് 2 പേരുകളുണ്ട്. ഒന്ന് ഇസ്ലാമിക് ടൈഗർ ഫോഴ്സ്, മറ്റേത് അല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേരാണ്, സങ്കീർണമായിട്ടുള്ള പേരാണ് ജംഇയ്യത്തുൽ ഇസ്ഹാനിയ. ഇത് അർത്ഥമൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആ സംഘടനയാണ് 2 പേരെ ഇദ്ദേഹത്തിനൊപ്പം കൂട്ടി പ്രഭാഷണത്തിന് നിന്ന് വിളിച്ചു കൊണ്ടുപോയി കൊന്നത് എന്നാണ് CBI കണ്ടെത്തിയത്. 2 പേര്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യനെ ചതിയിലൂടെ കൊല്ലുകയായിരുന്നു. കൊടും ചതിയിലൂടെ. അപ്പോൾ ഇതിനെ അന്ന് ഈ കൊലപാതകത്തെ ശക്തമായി എതിർത്തതിൽ ഒരാളാണ് നമ്മുടെ സാഹിത്യകാരനും എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ MN കാരശ്ശേരി. ഇതിനെക്കുറിച്ച് കാരശ്ശേരി മാത്രം ഓർക്കുന്നുള്ളൂ. അതുപോലെ ഇസ്ലാമിലെ പരിഷ്കാരങ്ങളെക്കുറിച്ച് ഇവിടെ പറയാൻ ഹമീദ് ചേന്ദമംഗലൂർ മാത്രമേ ഉള്ളൂ. മറ്റാരും, അദ്ദേഹത്തിൻ്റെ പിന്നിലൊരാൾക്കൂട്ടമില്ല. കാരശ്ശേരി മാഷിൻ്റെ പിന്നിലും ഒരാൾക്കൂട്ടമില്ല. അതുകൊണ്ട് ഇപ്പോൾ കാരശ്ശേരി മാഷ് ഇപ്പോൾ ഹിന്ദു മതത്തിലെ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹമീദ് ചേന്ദമംഗലൂർ ഇപ്പോഴും ഈ ജമായത്തെ ഇസ്ലാമി എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ബോധ്യം വരണ്ടേ? നമുക്കത് ബോധ്യമാവുന്നില്ല ഇപ്പോഴും എന്നുള്ളതാണ് സാർ. അപ്പോൾ നമ്മളിതിൻ്റെ തെറ്റേത് ശരിയേത് എന്ന് മാത്രമല്ല, സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അങ്ങനെ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കുത്തകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. എല്ലാ മതത്തിലും ഉണ്ട് അന്ധവിശ്വാസങ്ങൾ, പാടെ ഇല്ലാതാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു വർഗീയത കൊണ്ടുവരരുത്. അന്ധവിശ്വാസത്തെ എതിർക്കുന്നതിൽ വർഗീയത കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അന്ധവിശ്വാസം എന്നാൽ ഹിന്ദുമതം അങ്ങനെയല്ല. അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളെല്ലാം വേദങ്ങളും ഉപനിഷത്തും പറഞ്ഞിട്ടുള്ളതിൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമില്ല. സനാതനധർമ്മത്തിലും ഒരു അന്ധവിശ്വാസവുമില്ല, ഒരു ജാതിയുമില്ല. അത് തെറ്റായിട്ട് ധരിച്ചുകൊണ്ടാണ് ഈ ഉദയനിധിയൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യം പഠിക്കൂ. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ എന്തെങ്കിലും അന്ധവിശ്വാസം കടന്നിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു പോകും. അതിനുശേഷം മതി ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഖുറാൻ ശരിക്ക് പഠിക്കൂ. അതിനകത്ത് അന്ധവിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുറാൻ അല്ല, ഹദീസുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഖുറാൻ വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ.
അങ്ങനെയുള്ള അന്ധവിശ്വാസമൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരാണ് ഇത് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബൈബിളും വായിച്ചിട്ടുണ്ട്, അതിലും ഇങ്ങനെ അന്ധവിശ്വാസങ്ങളായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പലതും ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ടാവും. പക്ഷേ അന്ധവിശ്വാസങ്ങളുടെ ഒരു ഘോഷയാത്ര നമുക്കതിൽ കാണാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് അനുസരിച്ച് രചിക്കപ്പെട്ടതാണ്. ഇതൊന്നും മാറ്റത്തിന് വിധേയമല്ല എന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. അത് CPM പറയുന്ന പോലെയാണ്, മാർക്സിസമാണ് ഏറ്റവും അവസാനത്തെ തത്വചിന്ത എന്ന് പറയുന്ന പോലെ. ഇപ്പം തെറ്റിയല്ലോ അത്. അത് തിരുത്തേണ്ടി വന്നില്ലേ? വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ പോലും മാർക്സിസത്തിൻ്റെ അപ്പാപ്പരത്വമല്ലേ, അവരുടെ കടുംപിടുത്തത്തിൻ്റെ ഒക്കെ തിരുത്തലല്ലേ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ആ തിരുത്തൽ ഇപ്പോൾ ലോകം, ചൈന തിരുത്തി കഴിഞ്ഞു, എല്ലാ റഷ്യ തിരുത്തി കഴിഞ്ഞു, എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെ തിരുത്തലുകൾ വേറെയുണ്ട്. അപ്പോൾ സനാതനമെന്ന് പറയുന്ന തത്വത്തിനും തിരുത്തലുകൾ വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ. പക്ഷേ സനാതനമായ ചില മൂല്യങ്ങളുണ്ടല്ലോ, ആ മൂല്യങ്ങളുടെ ഒരു സമ്പുടമാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികത എന്ന് ഇപ്പോഴും നമ്മൾ പറയുന്നില്ലേ, അതിൻ്റെയൊക്കെ ആദിമൂലമാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. വിവരദോഷികൾക്കത് ജാതി വ്യവസ്ഥയാണ്, കുഷ്ഠരോഗമാണ്, എന്തുവായിക്കോട്ടെ. അപ്പോൾ അതാണ് അന്ധവിശ്വാസത്തെയും മതത്തെയും നമ്മൾ വേർതിരിച്ച് കാണണം. അന്ധവിശ്വാസം എന്ന് പറയുന്നത് തീവ്രവിശ്വാസത്തിൻ്റെയും മതമൗലികവാദത്തിൻ്റെയും ഒരു ഉപോൽപ്പന്നമാണ്. മതമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ആത്മീയതയാണ്. ആത്മീയത ആർക്കും കുഴപ്പമുണ്ടാകുന്ന കാര്യവുമല്ല, വർഗീയതയുമല്ല. അത് ആത്മീയത തന്നെയാണ് ഹിന്ദുമതത്തിൻ്റെ കാമ്പ്, അതൊരു തരത്തിലുള്ള വർഗീയതയും അല്ല എന്നുള്ള കാര്യം കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കുംഭമേള, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നുണ്ടോ? പള്ളിയിലച്ചന്മാർ ലോഹയിട്ട് കൊണ്ടുവന്ന് അവിടെ കുംഭമേളയിൽ വന്ന് നിമജ്ജനം നടത്തും, ഇത് പാടില്ലെന്ന് ആരെങ്കിലും തടയുന്നുണ്ടോ? നാഗസന്യാസിമാർ വസ്ത്രങ്ങളില്ലാതെ വന്ന് ആരെയും ശ്രദ്ധിക്കാതെ കൊണ്ട് വന്നു പോകുന്നു. വിജയനാഥ് തന്നെ ഒരു സ്ത്രീയോട് പറഞ്ഞല്ലോ, നാഗസന്യാസി മഞ്ഞു മൂടിയ ഒരു പ്രഭാതത്തിലെ ഒരു സ്ത്രീയെ കണ്ടു, പ്രായം കുറവുള്ള ഒരു സ്ത്രീയെ. അവിടെ എന്തെങ്കിലും പീഡനം നടന്നോ? ബലാത്സംഗം നടന്നോ? പട്ടാപ്പകലിവിടെ ബസ്സിനകത്ത് നടക്കുന്ന പീഡനം അതുപോലെ എന്തെങ്കിലും നടന്നോ? അപ്പം നാഗസന്യാസിക്ക് വസ്ത്രമില്ലെന്നും പറഞ്ഞിട്ട് മയാമി ബീച്ച് മദാമ്മമാർ കുളിക്കുമ്പോൾ അവർ വസ്ത്രങ്ങളിട്ടുകൊണ്ടാണ് കുളിക്കുന്നത്. കോവളത്ത് തന്നെ ഉണ്ടല്ലോ ഹവ്വ ബീച്ച്, അവിടെ എന്താ നടക്കുന്നത്? നാട്ടുകാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? വേലി കെട്ടി മറച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത്രയെങ്കിലും സ്വാതന്ത്ര്യം നിങ്ങൾ ഹിമാലയത്തിൻ്റെ ഉള്ളിൽ വനാന്തരങ്ങളിൽ താമസിക്കുന്ന സന്യാസിമാർക്ക് ദയവായി കൊടുക്കൂ. വല്ലപ്പോഴുമൊക്കെ ഈ ചേകന്നൂർ മൗലവിയെക്കുറിച്ചും ഒന്ന് സ്മരിക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.